പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ സൗദി കിഴക്കൻ പ്രവിശ്യയിലേക്ക് വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. കിഴക്കൻ പ്രവിശ്യയിലെ ഷൈബ എണ്ണപ്പാടവും അൽ ഖർജ് സൈനിക കേന്ദ്രവും ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. ആക്രമണങ്ങളെയെല്ലാം പ്രതിരോധിച്ചതായി സൗദി സൈന്യം അറിയിച്ചു. അതിനിടെ ഇസ്രായേലിനെതിരെ പ്രതിഷേധവുമായി വിവിധ അറബ് രാജ്യങ്ങൾ രംഗത്തെത്തി. സൗദി, തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ, UAE, ഇന്തോനേഷ്യ എന്നിവരാണ് രംഗത്തെത്തിയത്. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. അഫ്താബ്, സൗദിയുടെ കിഴക്കൻ പ്രദേശങ്ങളിലേക്കാണ് ആക്രമണം ഉണ്ടായത്. അതുതന്നെ സൈനിക കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും ലക്ഷ്യമിട്ടുള്ള ആക്രമണം. എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിച്ചതായി പറയുന്നു. എപ്പോഴാണ് ഈ ആക്രമണങ്ങൾ നടന്നത്? കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതിനിടെ എന്ത് പ്രതിഷേധമാണ് ഇസ്രായേലിനെതിരെ നടക്കുന്നത്? ജിൽസി, ഇന്നലെ രാത്രി മുതൽ എല്ലാ ദിവസവും എന്ന പോലെ തന്നെ സൗദിയിലേക്ക് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് 30-ലേറെ ആക്രമണങ്ങളാണ് ഇന്ന് പുലർച്ചെ വരെ ആകുന്ന സമയത്ത് ഏതാണ്ട് 6 മണിക്കൂറിനിടെ സൗദിയിലേക്ക് നടന്നിരിക്കുന്നത്. അതിൽ നല്ലൊരു പങ്കും ഏതാണ്ട് 20-ലേറെ ഡ്രോണുകൾ എത്തിയത് സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലുള്ള, അതായത് ഈ ഹോർമൂസ് കടലിടുക്കിന്റെ മേഖലയിലുള്ള ഷൈബ എണ്ണപ്പാടത്തേക്കാണ്. ഇത് സൗദി അരാംകോയുടെ എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണ്. ഇവിടേക്കാണ് കാര്യമായി തുടക്കം മുതൽ തന്നെ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ നടന്നിരുന്നത്. ഇവിടേക്ക് വന്ന എല്ലാ ഡ്രോണുകളും പ്രതിരോധിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ സൗദിയിലെ റിയാദിലുള്ള അൽ ഖർജ് മേഖലയിലുള്ള സൈനിക കേന്ദ്രത്തിന് നേരെയും നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിന് ശ്രമം നടന്നിട്ടുണ്ട്. ഈ കേന്ദ്രത്തിൽ മുൻപും പലതവണ ആക്രമണ ശ്രമങ്ങൾ നടക്കുകയും ചിലർ ഈ താവളത്തിനകത്ത് പതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് ഒരു US സൈനികൻ മുൻപ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതോടൊപ്പം റിയാദിലെ US എംബസി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണ ശ്രമവും ഇന്നുള്ള ഒരു ഡ്രോൺ ആക്രമണത്തിനിടെ ശ്രമം നടന്നിട്ടുണ്ട്. അതും പ്രതിരോധിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇന്ന് 40ഓളം ആക്രമണ ശ്രമങ്ങളാണ് സൗദി അറേബ്യക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗവും പ്രതിരോധിച്ചതായിട്ടാണ് പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. ഈ ആക്രമണം തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ നടന്ന രണ്ട് മേഖലകളിൽ, ഒന്ന് ഷൈബ എണ്ണപ്പാടവും രണ്ടാമത്തേത് അൽ ഖർജ് മേഖലയിലെ സൈനിക കേന്ദ്രവുമാണ്. ഈ അൽ ഖർജ് മേഖല എന്ന് പറയുന്നത് പൊതുവെ പ്രവാസികളടക്കം ജോലി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് ഇതൊരു ജനവാസ കേന്ദ്രത്തോട് ചേർന്നുള്ള സൈനിക കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടെ മുൻകൂട്ടി ഇനി വാർണിംഗ് സിസ്റ്റങ്ങൾ പ്രവർത്തിക്കുമെന്ന് സൗദിയിലെ സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ അത്തരമൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആക്രമണം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ അത്തരമൊരു വാർണിംഗ് സംവിധാനം നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജെറുസലേമിൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഇസ്ലാം മത വിശ്വാസികളുടെ പുണ്യഗേഹങ്ങളിൽ ഒന്നായിട്ടുള്ള ഇവിടേക്ക് റമദാൻ മാസമായിരിക്കെ ഇപ്പോഴും പ്രവേശനം അനുവദിക്കാത്ത ഇസ്രായേൽ നടപടിയിൽ നിരവധി അറബ് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൽ സൗദി അറേബ്യ, ഒപ്പം UAE, അതോടൊപ്പം തന്നെ ജോർദാൻ, ഈജിപ്ത്, തുർക്കി, ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾ ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ സൗദി അരാംകോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏറ്റവും ദുരന്തത്തിലേക്കാണ് ആഗോള എണ്ണ മേഖലയും ഒപ്പം തന്നെ വ്യാപാര മേഖലയും പോകുന്നത് എന്നുള്ളതാണ്. അല്പം മുമ്പ് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ $96 പിന്നിടുകയാണ് വീണ്ടും ആഗോള വിപണിയിൽ എണ്ണവില. അത് $100 ഇന്ന് വൈകിട്ടോടെ എത്തുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. എന്ന് വെച്ചാൽ ട്രംപ് നേരത്തെ നൽകിയ ഉറപ്പുകളെല്ലാം തന്നെ റദ്ദാവുകയാണ്. വിപണിയിൽ ഇപ്പോഴും അതിന്റെ പ്രത്യാഘാതം തുടരുകയാണ്. ഇന്നിപ്പോൾ ഇറാഖ് ഉൾപ്പെടെ അവരുടെ ടെർമിനലുകൾ, അതായത് എണ്ണ ഉൽപാദന കേന്ദ്രത്തിൽ നടന്ന ആക്രമണത്തിന് പിന്നാലെ ടെർമിനൽ അടച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എണ്ണ കയറ്റുമതി ഇറാഖിൽ നിന്നും പൂർണ്ണമായി വിലക്കുകയാണ്. ഫലത്തിൽ ഈ മേഖലയിൽ നിന്നുള്ള ആഗോള വിപണിയിലേക്കുള്ള പ്രത്യാഘാതം കൂടുതൽ രൂക്ഷമാകാൻ പോവുകയാണ്. ജിൽസി, ശരി, അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ സൗദിയിലേക്ക് വീണ്ടും നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആക്രമണങ്ങളൊക്കെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ചതായി സൗദി സൈനിക വക്താവ് അറിയിക്കുക.